ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയം ഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മഹാദേവൻ വളരെ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. പല പല വിഷമങ്ങൾ ഓരോ മനസ്സുകളിലും ഉണ്ടാകാറുണ്ട്. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ വിഷയം ചിലപ്പോൾ മറ്റു പല വ്യക്തികളെയോ സമൂഹത്തെയോ തന്നെയോ ബാധിച്ചിരിക്കാം. കുടുംബത്തിൽ ഒരാളുടെ വിഷയം ആ കുടുംബത്തിലെ എല്ലാവരെയും ബാധിച്ചിരിക്കാം. ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ആകുലതകൾ എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. അതിനെ ആ വ്യക്തി മനസ്സിൽ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം ആ വ്യക്തിയുടെ സ്വഭാവത്തിലും മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതിയിലുമൊക്കെയും വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. ഈ മാറ്റം തന്നെയാണ് വീട്ടിലുള്ള മറ്റംഗങ്ങളെയും സുഹൃത്തുക്കളെയും ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ സമൂഹത്തെയും ബാധിക്കുന്നത്. പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് വിവിധ പ്രഭാഷണങ്ങളിൽ കൂടി തന്നെ ഭഗവാന്റെ വചനത്താൽ ഗുരു ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുമുണ്ടല്ലോ. പ്രശ്നങ്ങൾ, വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരു കനലാണ്. നോക്കൂ, ഒരു കനൽത്തരിയായി തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്? അതിനെ ആളിക്കത്തിച്ച്, അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ സ്വയം ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുമ്പോൾ അത് ഒരു കനലായിരുന്ന് എരിയുകയും അത് നമ്മളിൽ തന്നെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അത് നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുകയും അവർ നമ്മളിൽ നിന്ന് നമ്മളറിയാതെ തന്നെ അകന്നു പോവുകയും ചെയ്യും. ഇങ്ങനൊരു പ്രവണത ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ പ്രശ്നങ്ങളെ ഒന്ന് ആളിക്കത്തിക്കുക. ഗുരു എന്തായി പറയുന്നത് അല്ലേ? പ്രശ്നത്തെ ആളിക്കത്തിക്കുവാനോ? അതെ, നമ്മുടെ പ്രശ്നങ്ങൾ കനലായി നിൽക്കുന്നതിനെ ഒന്ന് കത്തിക്കുക. കത്തിക്കുമ്പോൾ അത് അഗ്നിയായി മാറും. അഗ്നിയായി മാറുമ്പോൾ അത് മറ്റുള്ളവർ അറിയുവാൻ തുടങ്ങും. ഗുരു പറഞ്ഞു വന്ന കാര്യം, നിങ്ങളുടെ പ്രശ്നത്തെ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായി സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അഗ്നി, ആ കനൽ ഇരിഞ്ഞ അഗ്നിയാവുകയും അതൊരു വലിയ തീയായി മാറുമ്പോൾ എവിടെ നിന്നെങ്കിലും ആ അഗ്നിയെ അണയ്ക്കുവാനായിട്ട്, കെടുത്തുവാനായിട്ട് ഒരു വ്യക്തി വന്നു ചേരുക തന്നെ ചെയ്യും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സ്വയം മനസ്സിലിട്ട് കൊണ്ട് നടക്കരുത്. ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ ഭാര്യയോടും, ഭാര്യ തിരിച്ചും, മക്കൾ അച്ഛനും അമ്മയുമായിട്ടും അത് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ആളിക്കത്തുകയും അതിനെ, ആ അഗ്നിയെ കെടുത്തി അവിടെ ഒരു തണുപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അല്ലാതെ പ്രശ്നത്തെ മാത്രം കനലായി കൊണ്ട് നടന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ നടക്കുവാനല്ലേ കഴിയും? ഗുരു ഒരു കാര്യം പറഞ്ഞതാണ്. അത്തരം പ്രശ്നങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവർ തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇന്ന് ഒരതിശ്രേഷ്ഠനായ ഒരു മനുഷ്യന്റെ കഥയെക്കുറിച്ച് പഠിക്കാം. ഈ കഥ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പ്രകൃതിയെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. മക്കളെ, പ്രകൃതിയെ സ്നേഹിച്ചും തഴുകിയും തലോടിയും തന്നെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചവർക്കൊക്കെയും അവർക്ക്, അവരുടെ തലമുറകൾക്ക് സന്തോഷകരമായൊരു ജീവിതം ഈ പ്രപഞ്ചവും പ്രകൃതിയും നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ എങ്ങനെ കൂടുതൽ അറിയുവാൻ കഴിയും? പ്രകൃതിയിൽ നമ്മൾ എങ്ങനെ ആനന്ദിക്കണം? പ്രകൃതിയിൽ ഒരു ആനന്ദമുണ്ട്. ഞാനാണ് പ്രകൃതി എന്ന് തിരിച്ചറിയുന്ന സമയം, ഞാനാണ് പ്രകൃതി, പ്രകൃതി തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ആനന്ദം. ആ ആനന്ദത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള ഒരു എളുപ്പ വഴി
ഒരു മനുഷ്യനിൽ കൂടി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മങ്കണൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. മങ്കണന്റെ കഥ നമുക്ക് നോക്കാം. കശ്യപ പ്രജാപതി കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ മാനസ പുത്രനാണ് മങ്കണൻ. ഈ മാനസ പുത്രന്മാർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉള്ള ആൾക്കാരാണ്, ഏതു തരത്തിൽ ജന്മം കൊണ്ടവരാണെന്നും ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഏതു തരത്തിലുള്ളതാണ്? ഈ മാനസപുത്രന്മാരെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അത് കഥയിലൂടെ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. അവർ അതിലൂടെ നമുക്ക് തരുന്നത് നമ്മൾ ഏത് വസ്തുവിനെ, എന്തിനെ, ആരെ, എങ്ങനെയൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കണം എന്നതിനു വേണ്ടി നമ്മുടെ മുന്നിൽ തരുന്ന കഥാപാത്രങ്ങളാണ് ഇവരെല്ലാവരും. അങ്ങനെ മങ്കണൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ എന്തു ചെയ്തു? മഹാശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി തീർന്നു, വളരെ ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ ശ്രേഷ്ഠത മൂലവും തൻ്റെ മനസ്സിന്റെ നിയന്ത്രണം മൂലവും വിശേഷ ബുദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ മൂലവും ഒരു മഹർഷിയായി തീർന്നു. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും മനുഷ്യനെ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നനാക്കുന്നതും തപസ്സാണെന്ന് അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. തപസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏതൊരു കാര്യത്തിലോട്ടാണോ കൊണ്ടുപോകേണ്ടത് ആ ലക്ഷ്യത്തിലോട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും അങ്ങോട്ടേക്ക് നയിക്കുന്നു. മനസ്സിലായോ? അതാണ് തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ തപസ്സിന് കോടിക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ കാലത്തിൽ, ഈ കലിയുഗത്തിൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് എന്താണ്? അത് ആണായാലും പെണ്ണായാലും മനുഷ്യൻ എന്ന് പറയുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്, അറിവ് വന്നു തുടങ്ങുന്ന കാലം മുതൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. ആ ലക്ഷ്യം എന്താണോ ആ ഏക ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ നിർത്തുക. പിന്നെ മനസ്സിനെ അവിടുന്ന് നിങ്ങൾ ഒരു കാരണവശാലും മാറ്റരുത്. എന്തൊക്കെ മുന്നിൽ കണ്ടാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ സംഭവിച്ചാലും മനസ്സിനെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നമ്മളെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വിശേഷ ബുദ്ധിയോടുകൂടി ജീവിക്കുക, വിദ്യാഭ്യാസം ചെയ്യുക, പ്രവർത്തിക്കുക. ഇതാണ് ഒരു വ്യക്തിയുടെ തപസ്. ആ അങ്ങനെ നമ്മൾ അറിവായ കാലം മുതൽ മനസ്സിനെ ഏത് ലക്ഷ്യസ്ഥാനത്താണോ വച്ചിരിക്കുന്നത് അവിടെ നമ്മൾ എത്തിച്ചേരുമ്പോൾ തപസ് പൂർത്തിയാകുന്നു. അവിടെ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വരങ്ങൾ, ദാനങ്ങൾ, ഇതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ തപസ്സാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് എന്ന് മനസ്സിലാക്കിയ മങ്കണൻ എന്തു ചെയ്തു? ജനങ്ങൾക്കിടയിൽ നിത്യവും സഞ്ചരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പ്രചരിച്ച് പ്രസിദ്ധനായി തീർന്നു. അപ്പോൾ മനസ്സിലാക്കുക, മങ്കണൻ എല്ലാ സ്ഥലത്തും ഇറങ്ങി നടന്നുകൊണ്ട് നിങ്ങൾ പോയി തപസ്സു ചെയ്യൂ, നിങ്ങൾ പോയി തപസ്സു ചെയ്യൂ, നിങ്ങൾ കാട്ടിൽ പോയി തപസ്സു ചെയ്യൂ, നിങ്ങൾ അഗ്നിമധ്യത്തിലിരുന്ന് തപസ്സു ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് കരുതരുത്. മങ്കണൻ പ്രചരിപ്പിച്ചു നടന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിർത്തിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക. ആ സഞ്ചാരത്തിന്റെ കാലയളവാണ് നിങ്ങൾ ചെയ്യുന്ന തപസ്. ഇതിനിടയ്ക്ക് വിഘ്നമുണ്ടായ തപസ് മുടങ്ങി, ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല. ഇതാണ് മങ്കണൻ പ്രചരിപ്പിച്ചു നടന്നത്. അങ്ങനെ അറിവും ബുദ്ധിയും ഒന്നുമില്ലാതെ നടന്ന, മൃഗങ്ങളെ ബുദ്ധി പോലും ഇല്ലാതെ നടന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ചിന്തിക്കുവാൻ തുടങ്ങി, ലക്ഷ്യബോധം ഉണ്ടാകുവാൻ തുടങ്ങി. ഒരു ലക്ഷ്യം അവൻ സ്വപ്നം കണ്ടു, ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനും തുടങ്ങി. കൂടാതെ മങ്കണൻ ഇതൊക്കെ പറയുമ്പോഴും ഭഗവാന്റെ നാമം പാടുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും അതീവ തൽപരനായിരുന്നു. ഭഗവാന്റെ നാമം കവിഞ്ഞു മറ്റൊന്നുമില്ല. എല്ലായിടത്തും പോയി ചുറ്റി സഞ്ചരിച്ചും കവലകൾ തോറും നിന്നും 4 പേർ കൂടുന്നിടത്തു നിന്നും ഒക്കെയും ഭഗവാന്റെ നാമങ്ങളും വചനങ്ങളും പ്രസംഗിച്ചു പോന്നു. സപ്ത സാരസ്വത തീർത്ഥക്കരയിലായിരുന്നു മങ്കണ മഹർഷിയുടെ താമസം. സപ്ത സാരസ്വത തീർത്ഥക്കര, അതൊരു കഥയാണ്. നമ്മൾ ഗൗതമി തടമൊക്കെ പിടിച്ചതുപോലുള്ളൊരു കഥയാണ്. അതിനെക്കുറിച്ച് ഗുരു വിശദമായി പറയാം. ഈ പേര് ഓർമ്മയിൽ വയ്ക്കുക. സപ്ത സാരസ്വതം വളരെ പുണ്യമായൊരു തീർത്ഥമായിരുന്നു. ആ തീർത്ഥത്തിൽ ഒന്ന് മുങ്ങുന്നത് 1000 പേർക്ക് ആഹാരം നൽകുന്ന പുണ്യത്തിന് സമമായിരുന്നു. നോക്കുക, അത്രയ്ക്ക് പുണ്യകരമായൊരു തീർത്ഥമായിരുന്നു അത്.
അവിടെ ഒരു നേരം മുങ്ങുന്നൊരു മനുഷ്യൻ കിട്ടുന്ന പുണ്യം എന്താ? 1000 പേർക്ക് അന്നദാനം നൽകുന്നതിന് സമമായ ഒരു പുണ്യം അവിടെ കിട്ടും. അപ്പോൾ അന്നദാനത്തിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് മനസ്സിലായില്ലേ? അന്നദാനത്തിന്റെ അന്നദാനം ചെയ്യുന്നതിൽ കൂടി കിട്ടുന്ന, നമ്മളിലേക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കിട്ടുന്ന ആ ഒരു ഊർജം എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ 1000 അന്നദാനം നൽകുന്നതിന്റെ പുണ്യം ആ ഒരു സ്നാനത്തിന് ലഭിക്കുമായിരുന്നു. അതിന്റെ കരയിൽ നിത്യവും കഴിയുന്നത് അതിനേക്കാൾ എത്രയോ പുണ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നദി, ആ ഒരു തീർത്ഥക്കരയിൽ കഴിയുന്നത് തന്നെ വലിയ പുണ്യമാണ്. ആ അസുലഭ ഭാഗ്യം കൈവന്ന താപസനായിരുന്നു മങ്കണ മഹർഷി. മങ്കണ മഹർഷിക്ക് മാത്രമാണ് അങ്ങനെ ആ തീർത്ഥക്കരയിൽ, ആ പുണ്യസ്നാന തീർത്ഥക്കരയിൽ അവിടെ ഈ ഒരു അസുലഭ ഭാഗ്യം ലഭിച്ചതും അവിടെ എല്ലാ ദിവസവും സ്നാനം ചെയ്യുവാനും അവിടെ താമസിക്കുവാനും കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. ഈ മങ്കണ മഹർഷി കുശപ്പുല്ലിന്റെ ചൂട് വൃത്തിയാക്കുകയായിരുന്നു. കുശപ്പുല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൈയൊക്കെ മുറിയുന്ന, കൈയിലേക്ക് തളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു പുല്ലാണ്. അതിന്റെ ചൂട് വൃത്തിയാക്കുകയായിരുന്നു. പുല്ല് പറിച്ച് കളയുകയല്ല, അതിന്റെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുമായിരുന്നു. അപ്പോൾ പുല്ലിന്റെ കൂർത്ത ഭാഗം മങ്കണ മഹർഷിയുടെ ചൂണ്ടുവിരലിന്റെ മധ്യത്തിൽ തറച്ചു കയറാൻ തുടങ്ങി. ഇപ്പോൾ ഇതൊക്കെ നോക്കുന്ന, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, ഷുഗറൊക്കെ നോക്കുന്ന ആൾക്കാരുടെ ഇതിലേക്ക് സൂചി കൊണ്ട് കുത്തുന്നില്ലേ, അതുപോലെ അന്ന് ഈ പുല്ലിന്റെ കൂർത്ത ഭാഗം ചൂണ്ടുവിരലിന്റെ മധ്യത്തിൽ തറച്ചു കയറാൻ തുടങ്ങി. ആ പുല്ല് മഹർഷി തന്നെ ഊരിയെടുത്ത് കളഞ്ഞു. അങ്ങനെ തന്റെ കയ്യിലെ ചൂണ്ടുവിരലിൽ തറച്ചിരുന്ന ആ ഒരു പുല്ലിന്റെ ഭാഗം മഹർഷി സ്വയം ഊരിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം ഉണ്ടായത്. ആ വിരലിൽ നിന്നും രക്തത്തിന് പകരം ചീരയുടെ ചാർ ഒഴുകാൻ തുടങ്ങി. ചീര നിങ്ങളെല്ലാവരും കറിവെച്ച് കഴിക്കുന്ന ഒരു ആഹാരമാണ്. ചുവന്ന ചീര, അതിനെ ഞെക്കി പിഴിഞ്ഞെടുത്താൽ ചോരയുടെ കളറാണ്, അറിയാമല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ വിരലിൽ എന്തെങ്കിലും തറച്ചാൽ അല്ലെങ്കിൽ മുള്ളോ എന്തെങ്കിലും കൊണ്ടാൽ അവിടെ ചോരയാണ് വരുന്നത്, രക്തമാണ് വരുന്നത്. ഇവിടെ ആ ചോരയ്ക്ക് പകരം അല്ലെങ്കിൽ രക്തത്തിനു പകരം ചീരയുടെ ചാർ ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു ചെടിക്ക് ചീര എന്ന് പേരിട്ടത്. ചോര, ചീര രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. നമ്മുടെ രക്തത്തിന്റെ ശുദ്ധീകരണത്തിനും രക്തോൽപാദനത്തിനുമൊക്കെയും ചീരയ്ക്ക് നല്ല പങ്കുണ്ട്. അപ്പോൾ ഇവിടെ മങ്കണന്റെ കൈ മുറിഞ്ഞപ്പോൾ, ആ വിരൽ മുറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ചോരയ്ക്ക് പകരം ചീരച്ചാർ ഒഴുകി തുടങ്ങി. അത് കണ്ട് മഹർഷി അതിശയിച്ചു. അപ്പോൾ ആ ഒഴുകി തുടങ്ങിയപ്പോൾ തന്നെ മങ്കണ മഹർഷിയുടെ മനസ്സിൽ അലൗകികമായൊരു ആനന്ദമുണ്ടായി. ഈ ആനന്ദം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ഈ കഥയുടെ അവസാനം പറയുന്നുണ്ട്. ഈ നമ്മുടെയൊക്കെ കയ്യിൽ നിന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് ഭയം ഉണ്ടാകും, ഒന്ന് ഭയപ്പെടും, മറ്റുള്ളവരെ വിളിച്ച് കാണിക്കും, ഭയത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പാനിക്കാവും, നമ്മൾ ആകെ ടെൻഷനായി പോകും, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അത്ഭുതം ഉണ്ടാവും, ഭയം ഉണ്ടാവും. അങ്ങനെ വല്ലാത്തൊരു കാര്യം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും. ഇവിടെ ഈ മഹർഷിയുടെ അവസ്ഥ എന്തായിരുന്നു? അലൗകികമായ, അതായത് ജീവിതത്തിൽ ഇപ്പോൾ ലഭ്യമല്ലാത്ത ഒരവസ്ഥയിൽ ലഭിക്കുന്ന ഒരു ആനന്ദം ഉണ്ടായി. അതോടെ ആഹ്ലാദപരവശനായ മങ്കണൻ നൃത്തം ചവിട്ടി തുടങ്ങി. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ് ഈ ഭഗവാനിൽ ആനന്ദിക്കുമ്പോഴും അല്ലെങ്കിൽ സ്വയം മറ്റെന്തെങ്കിലും ഒരു ആനന്ദമുള്ളപ്പോഴും നൃത്തം ഉണ്ടാവുക. ഭഗവാനും അങ്ങനെയാണ് താണ്ഡവം ചെയ്യുന്നത്, ആനന്ദ താണ്ഡവം ചെയ്യുന്നുണ്ട്, ആനന്ദ താണ്ഡവം. അപ്പോൾ മനസ്സിൽ ആനന്ദം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നൃത്തം ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. ചിലർ കൈയടിച്ച് പാടുന്നുണ്ട്, മറ്റു മതസ്ഥരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ നമുക്ക് സ്വയം ഒരു ആനന്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നൃത്തം ചെയ്യുന്നത്. അപ്പോൾ മങ്കണനും അതുപോലെ നൃത്തം ചവിട്ടി തുടങ്ങി. ആ ആനന്ദ നൃത്തം കണ്ടുകൊണ്ടിരുന്ന ഭൂമിയും മങ്കണനോടൊപ്പം നൃത്തം തുടങ്ങി. അപ്പോൾ നോക്കിക്കേ, ഭയങ്കരമായ ഒരു ആനന്ദമാണ്. ആനന്ദ നൃത്തം കണ്ടുകൊണ്ടിരുന്നപ്പം ഭൂമിക്കും നൃത്തം ചെയ്യണമെന്ന് തുടങ്ങിയ ഭൂമിയും ചാഞ്ചാടാൻ തുടങ്ങിയെന്ന്. ഭൂമിയും നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അപ്പോഴേക്കും കാതിന് പീയൂഷധാര ചൊരിയുന്ന ഒരു ഗാനം ഒഴുകി വന്നു. അപ്പോൾ അത്രയ്ക്കും കാതിന് പീയൂഷധാര എന്ന് പറയുന്നത് നമ്മുടെ കാതുകൾക്ക് ഏറ്റവും നല്ല സുഖം തോന്നുന്ന, അതുവഴി നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും സുഖം പകരുന്ന ഒരു പീയൂഷധാര എന്ന് പറയുന്ന, കാതിന് പീയൂഷധാര ചൊരിയുന്ന, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഗാനം അവിടെ ഒഴുകി വന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഒരു വിഷയമുണ്ടായി. ആ പാട്ടിന് അക്ഷരമുണ്ടായിരുന്നില്ല. അക്ഷരമുണ്ടെങ്കിലല്ലേ നമുക്ക് പാടുവാൻ പറ്റൂ. ഹരഹര ശങ്കര ശിവ ശിവ ശങ്കര ജയ ജയ ശങ്കര ഗൗരീശ.
നമ്മൾ ഇങ്ങനെ പാടുമ്പോൾ അക്ഷരമുണ്ട് ഇല്ലേ? ഹ, ര, ശി, വ, ഇതിനൊക്കെ അക്ഷരമുണ്ട്. പക്ഷെ അവിടെ അക്ഷരമില്ലാതെ ഒരു താളം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അക്ഷരമുണ്ടായിരുന്നില്ല. അവയുടെ രാഗം എല്ലാ രാഗത്തിൻ്റെയും സത്തായിരുന്നു. അന്ന് ഈ ഭൂമിയിൽ നമ്മൾ സപ്തസ്വരങ്ങൾ പറയുന്നു, അതിന് അനുബന്ധമായ രാഗങ്ങളും സ്വരങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയൊരു എല്ലാത്തിൻ്റെയും കൂടി, അല്ലെങ്കിൽ എല്ലാ രാഗത്തിൻ്റെയും സത്തായിട്ട്, ഈ സകല രാഗത്തെയും പിഴിഞ്ഞെടുത്തൊരു സത്തായിട്ടുള്ളൊരു താളം, അത് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകന്മാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ പ്രകൃതി അത് കണ്ടെത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രകൃതി ആ രാഗത്തെ നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ അക്ഷരമില്ലാതെ സകല രാഗത്തിൻ്റെയും സത്ത് എന്ന് പറയുമ്പോൾ സകല രാഗത്തിൽ നിന്നും പിഴിഞ്ഞെടുത്തൊരു രാഗം, ആ താളം, അത് ജഗത് ദാതാവിൻ്റെ തമ്പുരുവിൽ ആദ്യം വീണ താളമായിരുന്നു. അതായത് നമ്മുടെ മഹാദേവന്റെ തമ്പുരു, രുദ്ര വീണ എന്നൊക്കെ കേട്ടിട്ടില്ലേ? തമ്പുരു എന്നിവിടെ പറയുന്നു. ആദ്യമായി വീണൊരു രാഗം, അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥ, ഒരു മാനസികമായി വല്ലാത്തൊരു ഇതുപോലെ നൃത്തം ചെയ്യാനൊക്കെ തോന്നുന്നൊരവസ്ഥയിലെത്തും. ആ രാഗം മംഗണ മഹർഷി കേട്ടു. ആ മംഗണ മഹർഷി കേൾക്കുകയും അതിനൊത്ത് നൃത്തം ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ ഭൂമിമണ്ഡലവും ആകാശവും നൃത്തം ചെയ്തപ്പോൾ ദേവലോകവും ഇളകി തുടങ്ങി. ഭൂമിമണ്ഡലം മാത്രമല്ല, ആകാശവും നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ആകാശവും നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവലോകവും ഇളകി തുടങ്ങി. അങ്ങനെ ആരും, ഈ സുരസുന്ദരിമാരും എല്ലാവരും ഈ നായകന്മാരില്ലാതെ തന്നെ അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. പാട്ടുപാടാൻ ആളില്ലാതെ തന്നെ അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആകെ ഒരു ആഘോഷത്തിന്റെ മേളം തന്നെ അവിടെ നടന്നു. അങ്ങനെ ഈ മംഗണ മഹർഷിയുടെ ആനന്ദ നൃത്തം കണ്ട് പ്രകൃതിയും പ്രപഞ്ചവും ഈ പറയുന്ന സ്വർഗവും സകലതും എന്തു ചെയ്തു? ആനന്ദ നൃത്തത്തിൽ അങ്ങനെ മുന്നോട്ടു പോയി. അങ്ങനെ ആ നൃത്തത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എന്തു ചെയ്തു? ഭഗവാൻ ശങ്കരൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ മംഗളനോട് ചോദിച്ചു, ഹേ മുനിശ്രേഷ്ഠ, ഇത്തരത്തിലൊരു ആനന്ദ നൃത്തം ചവിട്ടാൻ അങ്ങയെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? പ്രത്യേകിച്ച് വല്ല കാരണവും ഉണ്ടോ? അതായത് വെറുതെ കുശപ്പുല്ലിന് അവിടെ അന്തത്തടം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരാളുടെ കയ്യിലേക്ക് പുല്ല് തറച്ചു കയറുകയും അതിൽ നിന്ന് ചോരയ്ക്ക് പകരം ചീരച്ചാർ ഒഴുകുന്നത് കണ്ടിട്ട് ഇതേ ആനന്ദ നൃത്തം വയ്ക്കുന്നു. വല്ലതും മനസ്സിലായോ മക്കളെ? എന്നാൽ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന്. അപ്പോൾ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മംഗളനോട് ചോദിക്കുന്നു, മുനിശ്രേഷ്ഠ, ഇത്തരത്തിലൊരു ആനന്ദ നൃത്തം ചവിട്ടാൻ അങ്ങയെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? പ്രത്യേകിച്ച് വല്ല കാരണവും ഉണ്ടോ? അപ്പോൾ മംഗളൻ പറഞ്ഞു, അല്ലയോ സന്യാസി വരിയ, കാരണം മുന്നിൽ നിൽക്കുന്നത് മഹാദേവനാണെന്ന് മംഗണ മഹർഷിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അല്ലയോ സന്യാസി വരിയ, എന്റെ ചൂണ്ടുവിരലിൽ ഒരു കുശപ്പുല്ലിന്റെ തുമ്പുകൊണ്ട് ചെറിയൊരു മുറിവുണ്ടായി. വ്യക്തമായിട്ട് പറയുകയാണ് മഹാദേവനോട്. സാധാരണയായി മുറിവിൽ നിന്നും രക്തമാണല്ലോ വരിക, എന്നാൽ എന്റെ വിരലിൽ നിന്ന് വന്നത് ചീരച്ചാറാണ് എന്ന് പറഞ്ഞിട്ട് മംഗണ മഹർഷി ആ സന്യാസി ഇങ്ങനെ നോക്കി. അപ്പോൾ സന്യാസി ചോദിച്ചു, അതിനാണോ ഈ നൃത്തം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ല സന്യാസി വരിയ എന്ന് മംഗണ മഹർഷി പറഞ്ഞിട്ട് പറയുകയാണ്, അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രകൃതിയും അതിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അലിഞ്ഞു ചേർന്ന് ഉണ്ടായവയാണ്. നോക്കൂ, കുശപ്പുല്ലിന്റെ തടം വൃത്തിയാക്കിക്കൊണ്ടു നിന്ന മംഗണ മഹർഷിയുടെ ചൂണ്ടുവിരലിലേക്ക് പുല്ലിന്റെ ഒരു അഗ്രം തറച്ചു കയറിയ സമയത്ത് അതിൽ നിന്നും ചോരയ്ക്ക് പകരം ചീരച്ചാർ ഒഴുകുന്ന കണ്ടപ്പോൾ മഹർഷിക്കുണ്ടായ അറിവ് എന്ന് പറയുന്നത് എന്താണ്? പറയൂ, എന്താണ്? എന്താണ്? പ്രകൃതിയും അതിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അലിഞ്ഞു ചേർന്നുണ്ടായവയാണ്. അതായത് ഈ പ്രകൃതിയിലൊരു മരമുണ്ടെങ്കിൽ അത് മണ്ണും കാറ്റും മറ്റു മരങ്ങളും മനുഷ്യനും പക്ഷികളും സകലതും അലിഞ്ഞു ചേർന്നുണ്ടായതാണ് ഒരു മരം. ഇവിടെ ഈ പറയുന്ന ഗുരുവും ഇത് കേൾക്കുന്ന നിങ്ങളും പരസ്പരം അലിഞ്ഞു ചേർന്നുണ്ടായതാണെന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയിലെ വായു, മണ്ണ്, മരങ്ങൾ, പക്ഷികൾ, സകല ജീവജാലങ്ങൾ, ചരാചരങ്ങൾ, ഇതെല്ലാം അലിഞ്ഞു ചേർന്നുണ്ടായവയാണ്
നിങ്ങളും ഞാനും നമ്മളും എല്ലാവരും. ഈ അറിവാണ് മങ്കണ മഹർഷിക്ക് ആ സമയം ഉണ്ടായത്. അപ്പോൾ മങ്കണ മഹർഷി പറയുകയാണ്, അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രകൃതിയും അതിലുണ്ടായ എല്ലാ വസ്തുക്കളും പരസ്പരം അലിഞ്ഞു ചേർന്നുണ്ടായവയാണ്. എന്റെ ഓരോ ഞരമ്പുകളിലും വിന്യസിക്കുന്നത് പ്രകൃതി തന്നെയാണ്. എന്റെ ഓരോ ഞരമ്പുകളിലും വിന്യസിക്കുന്നത് പ്രകൃതി തന്നെയാണ്. നോക്കൂ, എത്ര വലിയൊരു അറിവാണ് അവിടെ നിന്നും മങ്കണ മഹർഷിയിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നത്. എന്റെ ഓരോ ഞരമ്പുകളിലും വിന്യസിക്കുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയുകയില്ല. അതോർത്താണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. ഞാൻ പ്രകൃതിയായതിനാൽ എനിക്കുണ്ടായ ആനന്ദം പ്രകൃതിക്കും ഉണ്ടായി. മനസ്സിലായില്ലേ? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെയും തത്വമസി എന്ന് പറയുന്നത് പോലെയും ഞാൻ പ്രകൃതിയാണ് എന്നൊരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കല്ലെടുത്ത് മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുവാനോ, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഒരു മരം മുറിക്കുവാനോ, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ പ്രകൃതിയിൽ നിന്നൊരു പുല്ല് പറിച്ചു കളയുവാനോ, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഒരു ജീവജാലത്തെ ഉപദ്രവിക്കുവാനോ, എന്തിനേറെ നിങ്ങളുടെ പാദസ്പർശനം പോലും ആ മണ്ണിൽ അല്ലെങ്കിൽ മണ്ണിന്റെ മണ്ണിലെ മണൽത്തരികൾക്കോ പോലും നോക്കാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധാലുവായിട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങുന്നു. കാരണം എന്താണ്? പ്രകൃതി തന്നെയാണ് ഞാൻ. പ്രകൃതിയിൽ നിന്ന് ആർക്കും മാറി നിൽക്കുവാൻ കഴിയില്ല. ഞാൻ പ്രകൃതി തന്നെയാണ്. ഈ അറിവുണ്ടായപ്പോഴാണ് മങ്കണ മഹർഷി എന്ത് ചെയ്തത്? ആനന്ദ നൃത്തം ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ആ മങ്കണ മഹർഷിക്കുണ്ടായ ആനന്ദം എന്തു ചെയ്തു? പ്രകൃതിക്കുമുണ്ടായി. അതെങ്ങനെയാ സംഭവിച്ച ഗുരുവേ? മങ്കണ മഹർഷിയും പ്രകൃതിയും ഒന്നാണ് എന്നുള്ള ബോധ്യം മങ്കണ മഹർഷിക്ക് ഉണ്ടായി തുടങ്ങിയപ്പോൾ, മങ്കണ മഹർഷി ആനന്ദത്താൽ നൃത്തം ചെയ്തപ്പോൾ പ്രകൃതിയും ആനന്ദത്താൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രകൃതിയോടൊത്തു ജീവിച്ചാൽ നിങ്ങളുടെ ചില വിഷമങ്ങൾ അത് പ്രകൃതിയെയും ബാധിക്കും. നിങ്ങളുടെ സന്തോഷത്തിനൊത്ത് പ്രകൃതിയും കൂടെ നിൽക്കും. നിങ്ങളുടെ ഇല്ലായ്മകളിൽ പ്രകൃതിയും കൂടെ നിൽക്കും. കാരണം പ്രകൃതി വറുതിയിലേക്ക് പോകുമെന്നുള്ളതല്ല, ഉള്ളതിൽ നിന്ന് പ്രകൃതി നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റിത്തരും. പക്ഷെ നിങ്ങൾ പ്രകൃതിയെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ പ്രകൃതിയെ തിരിച്ചറിയാതെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? പ്രപഞ്ചം എന്ന് പറയുന്നത് മഹാദേവനാണ്. പ്രകൃതി എന്ന് പറയുന്നത് അമ്മ പാർവതി ദേവിയാണ്. പ്രകൃതിയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വസിക്കുന്നത് അവിടെയാണ്. ആ പ്രകൃതിയെ തിരിച്ചറിയാതെ നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് സാധിക്കുമോ? ആദ്യം എന്ത് ചെയ്യണം? ഞാൻ തന്നെയാണ് പ്രകൃതി എന്ന് സ്വയം തിരിച്ചറിയുക. എന്നിൽ തന്നെയാണ് പ്രകൃതി, പ്രകൃതിയിൽ തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ സകല ജീവജാലങ്ങളും സകലതും പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നുണ്ടായത് തന്നെയാണ് ഞാനും ആ ജീവജാലങ്ങളും ഈ കാണുന്നതൊക്കെയും എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാനെന്ന ഭാവം നശിച്ചുകൊണ്ട് എന്തു ചെയ്യും? എല്ലാത്തിനെയും തുല്യമായി കാണുന്ന ഒരാനന്ദം മനസ്സിലുണ്ടാവുകയും ആ ആനന്ദം നിങ്ങളെയും പ്രകൃതിയെയും തമ്മിൽ പരസ്പരം അടുപ്പിക്കുകയും ചെയ്യുമ്പോൾ, പരസ്പരം യോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തു സംഭവിക്കും? നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുവാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ തുടങ്ങും. നിങ്ങളുടെ രോഗങ്ങൾ ഭേദമാകുവാൻ തുടങ്ങും. കാരണം പ്രകൃതിയിൽ കുറവുകൾ ഉണ്ടാകുന്നത് പ്രപഞ്ചമാകുന്ന മഹാദേവന് സഹിക്കുവാൻ കഴിയുന്നതല്ല. പ്രകൃതിയിൽ മോശമായൊരവസ്ഥയുണ്ടാകുന്നത് ഭഗവാന് സഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങളും പ്രകൃതിയും ഒന്നാണെങ്കിൽ നിങ്ങൾക്കൊരു മോശമായ അവസ്ഥയുണ്ടാകുന്നതും പ്രകൃതിക്കൊരു മോശമായ അവസ്ഥയുണ്ടാകുന്നതും ഭഗവാന് തുല്യം തന്നെയാണ്. പക്ഷെ നിങ്ങളും പ്രകൃതിയും ഒന്നാണെന്നൊരു ബോധം വേണം. അതേപോലെ ജീവിക്കണം. അല്ലാതെ തോന്നിയ പാടെ ജീവിക്കുക, തോന്നിയ കണക്കെ ജീവിക്കുക, അസൂയ കുശുമ്പ് ഇതുകൊണ്ട് നടന്ന് ജീവിക്കുക, അന്യന്റെ മേൽ കുറ്റം ആരോപിക്കുക, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ഭഗവാനൊന്നും നോക്കാൻ പറ്റത്തില്ല. പകരം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രകൃതിയെ അറിഞ്ഞ് ഇണങ്ങി ജീവിക്കുമ്പോൾ ഇതൊരു സൂത്രവാക്യമാണ്. ഇത് പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൂത്രവാക്യമാണ്. പ്രകൃതി അറിയുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, ആനന്ദിക്കുക. പ്രകൃതിയിൽ ഒരു മരത്തെ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് തോന്നുക. ഒരു പക്ഷിയെ കാണുമ്പോൾ ഞാൻ തന്നെയാണെന്ന് തോന്നുക. സകലതിനെയും കാണുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് തോന്നുമ്പോൾ പ്രകൃതി നിങ്ങളായി മാറി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു അറിവ് കിട്ടിയപ്പോഴാണ് മങ്കണൻ ആനന്ദ നൃത്തം ചെയ്തത്.
മംഗളൻ തുടർന്ന് പറയുകയാണ്, പ്രകൃതിയാണ് മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം. ഭഗവാൻ സന്യാസ വേഷത്തിൽ വന്ന് നിൽക്കുകയാണല്ലോ. ഭഗവാൻ ചിന്തിച്ചു, പ്രകൃതിയാണ് മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമെന്ന സത്യം മംഗളൻ ഉള്ളുകൊണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് ഓർത്ത് ഭഗവാൻ സന്തോഷിച്ചു. കാരണം ഇതൊരു മനുഷ്യനും അറിയാൻ പാടില്ലാത്ത രഹസ്യമാണ്. പ്രകൃതിയാണ് മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം. മനസ്സിലായില്ലേ? സകല നേട്ടങ്ങൾക്കും ഉന്നതിക്കും കാരണം പ്രകൃതി തന്നെയാണ്. ഈ സത്യം മംഗളൻ തിരിച്ചറിഞ്ഞു എന്നോർത്ത് ഭഗവാന് വലിയ സന്തോഷം തോന്നിയെന്നാ പറയുന്നത്. ഈ അവസരത്തിൽ ഭഗവാൻ മംഗളന്റെ വാക്കുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരുവിരലിൽ ഒന്ന് തട്ടി. പെട്ടെന്ന് ആ ചീരച്ചാറങ്ങ് നിലച്ചു. പകരം ഭസ്മത്തിന്റെ ചാറൊഴുകുവാൻ തുടങ്ങി. ഭസ്മച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭസ്മം വെള്ളത്തിൽ കലക്കിയാൽ അങ്ങനെ അതുപോലെ ഒഴുകുവാൻ തുടങ്ങി. അതുകൊണ്ട് മംഗള മഹർഷി അത്ഭുതസ്തംഭനായി. തുടർച്ചയായി പ്രവഹിച്ചുകൊണ്ടിരുന്ന ആ ഭസ്മച്ചാറിൽ ആശ്രമവും പ്രകൃതിയും സുഗന്ധപൂരിതമായി വല്ലാത്തൊരു സുഗന്ധം അവിടെ നിറഞ്ഞു. യാഥാർത്ഥ്യം ബോധ്യമായ മഹർഷി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാദേവനാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഹേ മഹർഷി, മനുഷ്യൻ രൂപം കൊണ്ടാണ് മറ്റൊന്നായി തോന്നുന്നത്, എങ്കിലും അവൻ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അതായത് മനുഷ്യന്റെ രൂപം കൊണ്ടാണ് നമുക്ക് വേറെ വേറെ ആയിട്ട് തോന്നുന്നത്. നോക്കൂ, ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തെ മനുഷ്യന്മാരെടുത്തു കഴിഞ്ഞാൽ പലർക്കും പല മുഖമാണ്, അല്ലെങ്കിൽ പലർക്കും പല രീതിയിലുള്ള രൂപസാദൃശ്യമായിരിക്കും. എന്നാൽ നമ്മളൊരു 20 പട്ടിക്കുട്ടികളെ ഒരിടത്ത് നിർത്തിയാൽ അതിലൊരു പട്ടിയെ കണ്ടെത്തുവാൻ കഴിയും, തിരിച്ചറിയാൻ പറ്റും. ഒരേപോലെയുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ, മറ്റും പൊന്മാൻ, എല്ലാ പൊന്മാനും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? എല്ലാ മയിലുകളും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? എല്ലാ മാൻകുട്ടികളും ഒരുപോലെയല്ലേ? എല്ലാ സിംഹങ്ങളും പുലികളും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? അതിൽ നമ്മൾ ആദ്യം കണ്ട, ഇന്നലെ കണ്ട മയിൽ തന്നെയാണോ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന മയിലെന്ന് തിരിച്ചറിയുവാൻ കഴിയുമോ? ഇന്നലെ നിങ്ങളുടെ വീട്ടിന്റെ പിന്നാമ്പുറത്ത് വന്നിരുന്ന കാക്ക തന്നെയാണോ ഇന്ന് രാവിലെ വന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല, എല്ലാം ഒരുപോലെയാണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന ഒരാൾ തന്നെയാണോ നാളെ വരുന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം മനുഷ്യന്റെ രൂപം വ്യത്യസ്തമാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, മനുഷ്യൻ രൂപം കൊണ്ടാണ് നമുക്ക് മറ്റൊരാളായിട്ട് വ്യത്യസ്തനായിട്ട് തോന്നുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ രൂപം കൊണ്ട് വ്യത്യസ്തനാണെങ്കിലും ഇത് പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെയും രൂപം വലിയ വ്യത്യാസമില്ലാതെ കൊടുത്തത്. 10 ആനകൾ ഒരുമിച്ച് നിന്നാൽ പേരെഴുതി വെക്കാതെ ശങ്കരനാരായണൻ എന്ന ആന ഏതാന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. അതാണ്. പക്ഷെ 10 മനുഷ്യർ ഒരിടത്ത് നിന്നാൽ ശങ്കരനാരായണൻ എന്ന വ്യക്തി അതാണ് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ മൃഗങ്ങൾ സ്വാഭാവികമായി പ്രകൃതിയുടെ ഭാഗമാണ് അവർ. മനുഷ്യൻ പലപ്പോഴും പറയും മൃഗത്തിന്റെ ബുദ്ധി എന്ന്. പക്ഷേ മൃഗങ്ങൾക്ക് ഭഗവാൻ കൊടുത്ത വലിയൊരു വരം അതാണ്. അവർക്കൊന്നും ഇനിയില്ല, അവർ പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരേ രൂപത്തിൽ നിൽക്കുന്നത്. അത് പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെങ്കിലും അവന് തിരിച്ചറിവില്ലാത്ത കാരണം അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത് കൊണ്ടാണ് വിവിധ രൂപഭാവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവൻ ആ തിരിച്ചറിവ് ബോധ്യപ്പെട്ടാൽ അവനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അതിനൊരു ഉദാഹരണം പറയുന്നു. ഒരു പൂവ് പോലെയും ഒരു ചീരത്തണ്ട് പോലെയും ഒരു പുല്ലുപോലെയും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്. ഈ പ്രകൃതിയിൽ നിൽക്കുന്നൊരു പൂവ് പോലെയും പുല്ലുപോലെയും മരം പോലെയും ഒക്കെയും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. നിന്റെ മനസ്സെനിക്ക് വായിക്കുവാൻ കഴിഞ്ഞു, അതാണ് മുറിവിൽ നിന്ന് ചീരച്ചാറ് വരുവാൻ കാരണം. മംഗളൻ അപ്പോൾ പറഞ്ഞു, ഭഗവാനെ, യാഥാർത്ഥ്യം എനിക്ക് വെളിവായി. ഞാനിപ്പോഴും പ്രകൃതിയെ ജയിക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുകയാണ്. മനസ്സിലായല്ലോ? ഈ പ്രകൃതിയെ എങ്ങനെ ജയിക്കാമെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെ ഒരേ മനുഷ്യരുണ്ടല്ലോ, ഇപ്പോൾ അങ്ങ് നടക്കുകയാണ്. ഇതൊക്കെ തലമുറകൾക്ക് വേണ്ടിയല്ലേ? സാധ്യമാകുന്ന കാര്യമാണ്. പ്രകൃതിയെ ജയിക്കേണ്ട, പ്രകൃതിയാകാൻ നോക്ക്. പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്ന് പ്രകൃതിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടെ ഈ പ്രകൃതിയെ ജയിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി പോലും വേണ്ട. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മംഗളം പറഞ്ഞു, ഞാൻ പ്രകൃതിയെ ജയിക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുകയാണ്. സത്യം ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ തന്നെ പ്രകൃതിയാണെങ്കിൽ എന്തിന് ജയിക്കണം? നോക്കൂ, ഇതാണ് മംഗളന്റെ വാക്ക്. ഞാൻ തന്നെ പ്രകൃതിയാണെങ്കിൽ പ്രകൃതിയെ എന്തിന് ജയിക്കണം? ഞാൻ ജയിച്ചു തന്നെ നിൽക്കുകയല്ലേ? പ്രകൃതി ജയിച്ചു തന്നെ നിൽക്കുകയല്ലേ? പ്രകൃതിക്കും മേലെ ജയിക്കാൻ എന്തായിരിക്കുന്നത്? ഞാൻ പ്രകൃതിക്കൊപ്പമല്ലേ?
പ്രകൃതി ജയിക്കട്ടെ, ഞാനും വിജയിക്കും. മങ്കടന്റെ വാക്ക് കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു, അവനെ അനുഗ്രഹിച്ചു. ശിവപ്രസാദത്താൽ സന്തുഷ്ടനായ മങ്കടൻ പ്രകൃതിഗാഥയും പാടി ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ പ്രകൃതിയുടെ ഗാഥ എന്ന് പറയുമ്പോൾ പ്രകൃതിയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് നൽകി. ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ ബോധ്യമുണ്ടാകണം. നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഗുരു ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, എല്ലാം നാമാണ്, നമ്മിലാണ് പ്രകൃതി. നമ്മൾ ആനന്ദിക്കുമ്പോൾ പ്രകൃതിയും ആനന്ദിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ദുഃഖിക്കുമ്പോൾ പ്രകൃതി ദുഃഖിക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല, കാരണം നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമാകാത്തത് കൊണ്ടാണ്. നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമായാൽ മങ്കടൻ ആനന്ദ നൃത്തമാടിയതുപോലെ പ്രകൃതിയും ആനന്ദ നൃത്തമാടും. അപ്പോൾ നിങ്ങൾ മങ്കടനെ പോലെയാണെങ്കിൽ നിങ്ങൾ ആനന്ദിക്കുമ്പോൾ പ്രകൃതി ആനന്ദിക്കും. നിങ്ങൾക്ക് ഒരു വിഷയമുണ്ടാകുമ്പോൾ പ്രകൃതി അതിനെ പരിഹരിക്കുവാൻ അതിൻ്റെതായ വഴികൾ ഒരുക്കി തരിക തന്നെ ചെയ്യും. വീടില്ലേ, പ്രകൃതിയിലേക്ക് ഇറങ്ങി വരൂ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ. വീടുണ്ടാകും, കാര്യങ്ങളെല്ലാം നടക്കും. അതിനാണ് ഭഗവാൻ ഇവിടെ പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രകൃതിയെ നമുക്ക് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം അലിഞ്ഞു ചേർന്ന് ജീവിക്കുക. പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിൽ അല്പമെങ്കിലും ബോധ്യവും ബോധവും ഉണ്ടായാൽ വിശേഷ ബുദ്ധി ഭഗവാൻ കൊണ്ടുവന്ന് തരും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.